കൊല്ലത്ത് നിന്നുള്ള ഒരു കുട്ടിയുടെ പ്രകടനമാണ് വീണവാദനത്തിൽ അല്ലേ? എന്താണ് പേര്? എൻ്റെ പേര് അനഘ. ഞാൻ HS4 ഗേൾസ് പുനലൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്താണ് മത്സരം കഴിഞ്ഞു? എങ്ങനെയാണ് മത്സരത്തിനെ കുറിച്ച് എന്തായിരുന്നു പറയാനുള്ളത്? മത്സരം കഴിഞ്ഞു. A ഗ്രേഡ് ഉണ്ട്. നല്ല മത്സരമായിരുന്നു. എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് വായിച്ചത്. എന്തായാലും മോളുടെ ആ എ ഗ്രേഡ് പെർഫോമൻസ് എന്താണോ എന്ന് കാണാം. അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗം തന്നെ വായിക്കാം. എ ഗ്രേഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എങ്ങനെയാണ് ഈ വീണയോടുള്ള ഇഷ്ടം തോന്നിയത്? എങ്ങനെയാണ്? എത്ര നാളായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 5 വർഷമായിട്ട് വീണ പഠിക്കുന്നുണ്ട്. ഞാൻ ആദ്യം എന്നെ പഠിക്കാൻ കൊണ്ട് ചേർത്തത് ഓർഗണായിരുന്നു. ഞാൻ ആ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് വീണ ക്ലാസ് എന്ന് കയറി. അങ്ങനെ വീണ ഇഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചതാണ്. ആരാണ് ഗുരു? അങ്ങനെ അത്ര ഈ വീണയോട് ഇൻസ്പിറേഷൻ തോന്നാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ ബാലപാഠങ്ങളൊക്കെ പഠിച്ചത് ജവഹർ ബാലകലാഭവനിലെ നിർമ്മല ടീച്ചറിൻ്റെ അടുത്താണ്. ഇപ്പം എന്നെ പഠിപ്പിക്കുന്നത് ആര്യരാജ് എന്ന് പറയുന്ന ടീച്ചറാണ്. വീണയിൽ വലിയ വലിയ വീണ വാദനക്കാരൊക്കെ വായിക്കുന്നത് ഞാൻ കണ്ടു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ജയന്തി കുമരേഷ് മാമിനെയാണ്. പുള്ളിക്കാരിയാണ് എൻ്റെ ഒരു റോൾ മോഡൽ. സാധാരണ ഈ ചെറുപ്പത്തിലൊക്കെ കുറച്ചുകൂടിയും ആവേശത്തോടു കൂടി ചെണ്ട അല്ലെങ്കിൽ ഡ്രംസ് അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ നൃത്തം അതിനോടൊക്കെയാണല്ലോ താല്പര്യം തോന്നുക. വീണയോട് പ്രത്യേകം താല്പര്യം തോന്നാനുള്ള ഏതെങ്കിലും പെർഫോമൻസ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ കാണുന്നതൊക്കെ കണ്ടിട്ടാണോ? എങ്ങനെയായിരുന്നു ഈ വീണയോടുള്ള ഒരു സ്ട്രൈക്ക് ചെയ്തത്? എങ്ങനെയാണ്? എനിക്ക് കുഞ്ഞിലെ സരസ്വതി ദേവി ഇപ്പോഴും ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ കയ്യിലിരിക്കുന്നതാണ്. അപ്പം വീണയാണെന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കി പഠിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ആ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഇപ്പോൾ എ ഗ്രേഡായി എത്തിയിരിക്കുകയാണ് അല്ലേ? അതെ. എങ്ങനെയാണ് ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ആതിഥ്യം അരുളുകയാണ്. അപ്പോൾ ഈ ഒരു കലോത്സവത്തെ കുറിച്ച് എന്താ പറയുക? എല്ലാം ഞാൻ എൻ്റെ 2ാമത്തെ കലോത്സവമായത്, സ്റ്റേറ്റ് കലോത്സവം. അപ്പോൾ ഒത്തിരി വരാൻ എളുപ്പമൊക്കെ ആയിരുന്നു. പിന്നെ കൊല്ലം ജില്ലയിൽ വന്നതിൻ്റെ സന്തോഷമുണ്ട്. ശരി. അപ്പോൾ ഏതായാലും അനഘയെ പോലെ നിരവധി കലാകാരന്മാർ കലാകാരികൾ മാറ്റുരയ്ക്കുകയാണ് കൊല്ലത്തിൻ്റെ മണ്ണിൽ. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുകളെല്ലാം അന്വർത്ഥമാകുന്ന ഒരു സമയമാണ്. എന്തായാലും ജനം ടിവിയുടെ ഈ ടൈറ്റിൽ പോലെ തന്നെ കല നിറയുകയാണ് കൊല്ലത്ത്. സംസ്ഥാനത്തെ എല്ലാ കലാകാരന്മാരും വന്ന് അവരുടെ പ്രകടനത്തിൻ്റെ മാറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.